നമസ്കാരം. HbA1c കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിട്ടുണ്ട്. HbA1cസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം HbA1c എത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ്, എത്രത്തോളം നിർബന്ധമായിട്ട് നമ്മൾ പ്രമേഹ രോഗനിർണയത്തിലും ചികിത്സയിലും ചെയ്യേണ്ട ഒരു പരിശോധനയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പലരും ഇപ്പോഴും ഗ്ലൂക്കോസ് ടെസ്റ്റിങ്ങിലാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ബ്ലഡ് ഷുഗർ ഡെയിലി ചെക്ക് ചെയ്യുന്ന പലരെയും എനിക്കറിയാം, ഗ്ലൂക്കോമീറ്ററിൽ. പിന്നെ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ലാബിൽ പോയിട്ട് അവർ പ്ലാസ്മ വീനസ് സാമ്പിൾ എടുത്തിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ടും കാണാറുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന തെറ്റാണെന്നാണോ പറഞ്ഞു വരുന്നത്? ഒരിക്കലുമല്ല. രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അതിൻ്റേതായ പ്ലസസും മൈനസസും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഗ്ലൂക്കോസ് ടെസ്റ്റിങ്ങിൻ്റെയും HbA1cയുടെയും ഒരു താരതമ്യം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റിംഗ് ചെയ്യേണ്ടത്? ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ ഗ്ലൂക്കോസ് ടെസ്റ്റിംഗ് HbA1cയെക്കാളും പ്രയോജനപ്പെടും? ഏത് സാഹചര്യങ്ങളിലായിരിക്കും മറിച്ച് സംഭവിക്കുക? അതായത് HbA1c ആയിരിക്കും കൂടുതൽ പ്രയോജനപ്പെടുന്നത്, കൂടുതൽ വിശ്വസനീയമാവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം, അല്ലേ? ചില പോയിന്റ്സ് വെച്ചിട്ട് ഞാൻ പറയാം. ആദ്യത്തേത് കോസ്റ്റ് എന്ന് വെച്ചാൽ ഇതിന് വേണ്ടി വരുന്ന ചെലവ്. HbA1cയുടെ ചെലവ് ഏതാണ്ട് 300-350 രൂപ മുതൽ 500-550 രൂപ വരെ വരും HbA1c ചെയ്യാൻ. എന്നാൽ ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാൻ ആകെ 30 മുതൽ 50 രൂപ. ശരിയാണല്ലോ? ഒരു ശരാശരി ലാബിൽ നമ്മുടെ വെയിൻ കുത്തി ഗ്ലൂക്കോസ് എടുത്ത് അത് സെൻട്രിഫ്യൂജ് ചെയ്ത് അത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആകെ 30 മുതൽ 50 രൂപ മാത്രമേ വരാറുള്ളൂ. എന്നാൽ HbA1c ആകുമ്പോൾ ചെലവ് കൂടും. അപ്പോൾ അതൊന്നും. രണ്ടാമത്തേത്, HbA1c നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതാണ്ട് 2 മുതൽ 3 മാസത്തെ 2 to 3 months ആണ്. ഇവിടെ പലരും കരുതുന്നത് HbA1c എന്ന് പറഞ്ഞാൽ 3 monthsന്റെ ആവറേജ് ആണെന്ന്. തെറ്റി. HbA1c ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ 15 മുതൽ 20 ദിവസത്തെ ഗ്ലൂക്കോസ് ലെവലിലേക്ക് നല്ല ബയസ് ഉള്ളൊരു അളവാണ്. ബയസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് കൂടുതൽ ചെരിവ് HbA1cക്ക് ഉണ്ടാവും. ഏത് ഗ്ലൂക്കോസ് ലെവലിൽ? കഴിഞ്ഞു പോയ 15 മുതൽ 20 ദിവസത്തേക്ക് എന്ന് വെച്ചാൽ 2-3 ആഴ്ചകളുടെ മുമ്പ് നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ എത്ര ഉണ്ടായിരുന്നോ അതിലേക്ക് ഒരു സ്ട്രോങ് ബയസ് HbA1cക്കാണ്. അതിനു മുമ്പത്തെ 1.5 അല്ലെങ്കിൽ 2 മാസത്തെയും കൂടി ആവറേജ് ആണ് ഇപ്പോഴത്തെ HbA1c എന്ന് പറയുമ്പോൾ ശരാശരി 2 മുതൽ 3 മാസമാണ്. 3 മാസമല്ല, ഇറ്റ് ഈസ് ലൈക്ക് 2 months. അപ്പോൾ 2 months കഴിഞ്ഞാൽ നമുക്ക് HbA1c ചെയ്യാം ആക്ച്വലി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എവറി 2 months HbA1c ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലവ് വരാൻ പോകുന്ന ഏതാണ്ട് 350 മുതൽ 500 രൂപ വരെ ആയിരിക്കും. എന്നാൽ ബ്ലഡ് ഷുഗറിന് വളരെ ചിലവ് കുറവാണ്. ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് ഇവിടെ പറയുന്നത് അക്യൂട്ട് മെഷറാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ഇപ്പൊ എന്താണ് സമയം? 11:55. 11:55 രാവിലെ 11:55 എൻ്റെ ബ്ലഡ് ഗ്ലൂക്കോസ് എത്രയാണോ അതാണ് ഞാനിപ്പോൾ കാപ്പിലറി അല്ലെങ്കിൽ വീനസ് പ്ലാസ്മ എടുത്ത് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വെയിനിൽ നിന്ന് ഞാൻ കുത്തി ബ്ലഡ് എടുത്താൽ ഉടൻ അത് പരിശോധിക്കാൻ പറ്റില്ല. ഇതിനെ സെൻട്രിഫ്യൂജ് ചെയ്യണം. എന്നിട്ട് ഇതിൽ പ്ലാസ്മ എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റിൻ്റെ ഗ്ലൂക്കോസ് ലെവലാണ് നമ്മൾ അളക്കുന്നത് ലാബിൽ. അപ്പോൾ അത്രയും സമയം അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഈ സമയത്തിനുള്ളിൽ ചില വ്യത്യാസങ്ങൾ വന്നുകൂടെ? തീർച്ചയായിട്ടും വരാം. പലപ്പോഴും ഈ സമയം അരമണിക്കൂറോ ചിലപ്പോൾ 1 മണിക്കൂറോ ആയിട്ട് കൂടാറുണ്ട്. നല്ല തിരക്കുള്ള ലാബിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബ്ലഡ് സാമ്പിൾ എടുത്തതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും യഥാർത്ഥത്തിൽ അത് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വ്യത്യാസങ്ങൾ വന്നുകൂടെ? തീർച്ചയായിട്ടും വരാം. അതാണ് വേറൊരു പ്രശ്നം. A1c ആണെങ്കിലും ഇപ്പോൾ ലാബിലൊക്കെ വീനസ് സാമ്പിൾ എടുത്തിട്ടാണ് A1c ചെയ്യുന്നത്. അവിടെയും ഈ പറയുന്ന ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ വിശകലനം ചെയ്യുന്ന, ഇനി ഇന്റർപ്രറ്റ് ചെയ്യുന്ന വളരെ സൂക്ഷിച്ച് വേണം. ഓക്കെ, എൻ്റെ HbA1c കൂടി അല്ലെങ്കിൽ എൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടി എന്ന് പറയുന്നതിൽ കാര്യമില്ല. ബിക്കോസ് അതിൻ്റെ ഇടയിൽ വരുന്ന നിങ്ങളുടെ സാമ്പിൾ എടുക്കുന്നതും ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ സമയത്തിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു വ്യതിയാനങ്ങൾ വരാം. അപ്പോൾ എത്രത്തോളം വ്യതിയാനങ്ങൾ വരാനാണ്, ഏതിനാണ് കൂടുതൽ വ്യതിയാനങ്ങൾ വരാൻ സാധ്യത? കൂടുതൽ വ്യതിയാനങ്ങൾ വരുന്നത് പ്ലാസ്മ സാമ്പിളിലായിരിക്കും. HbA1cക്ക് അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പ്ലാസ്മ സാമ്പിളിന് ഈ പ്രശ്നം വരുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ
ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പ്ലാസ്മ സാമ്പിളിൽ. എന്നാൽ HbA1c അത് ബാധിക്കില്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ HbA1c ആണ് കുറച്ചും കൂടി വിശ്വസിക്കാൻ പറ്റുന്നത്. ഇനി അടുത്ത സ്റ്റാൻഡേർഡൈസേഷൻ. അപ്പോൾ ലോകമെമ്പാടുമുള്ള ലബോറട്ടറികളിലെല്ലാം ഒരേ പാരാമീറ്റർ അല്ലെങ്കിൽ ഒരേ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇതിൽ ഏത് ടെസ്റ്റാണ് എന്ന് ചോദിച്ചാൽ അത് HbA1c ആണ്. സാധ്യത കൂടുതൽ. ഈ പറയുന്ന ഗ്ലൂക്കോസിന് അങ്ങനെ ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. പല രീതികളിലും ഇത് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന രീതി, ഏത് രീതിയാണ് അവലംബിക്കുന്നത് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരാം. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അടുത്തത്. ഫാസ്റ്റിങ്ങിന്റെ ആവശ്യം. ഫാസ്റ്റിംഗ് സാമ്പിളിന്റെ ആവശ്യകത HbA1cക്ക് ഇല്ല. എന്നാൽ മറ്റുള്ള ടെസ്റ്റുകൾക്ക്, അതിപ്പോ ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പോസ്റ്റ് പ്രാൻഡിയൽ പ്ലാസ്മ ഗ്ലൂക്കോസ് ആണ് ചെയ്യുന്നതെങ്കിലും അവിടെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടൈമിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് ഒന്നും നോക്കാണ്ട് എനിക്കത് ടെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതായിരിക്കും ഞാൻ ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി HbA1c. ഇനിയിപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൽ തന്നെ, ഒരു വ്യക്തിയുടെ ബ്ലഡ് സാമ്പിളിൽ തന്നെ വ്യതിയാനങ്ങൾ വരാമോ? തീർച്ചയായിട്ടും ഗ്ലൂക്കോസ് ലെവലിൽ വ്യതിയാനം വരാം. ഉദാഹരണം, ഞാൻ ഈ പറഞ്ഞ പോലെ 11:55 ഞാൻ ഇവിടെ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു, 11:56 ഞാൻ ഇവിടെ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു, എൻ്റെ ഇടത് കൈയുടെ ഈ വിരലിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു എന്നവർ 57 വീണ്ടും കുത്തി എൻ്റെ വലതുവശത്തെ ഞരമ്പിൽ നിന്ന്, വെയിനിൽ നിന്ന് ബ്ലഡ് സാമ്പിൾ എടുക്കുന്നു. എന്നിട്ട് 1 മിനിറ്റിന് ശേഷം വലത് കൈയുടെ തന്നെ ഈ വിരലിൽ നിന്ന് എടുക്കുന്നു. 4 മിനിറ്റുകൾക്കുള്ളിലാണ് ചെയ്തതെങ്കിലും 4 വാല്യൂ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഇനിയിപ്പോൾ ഒരേ സമയത്ത് തന്നെ ഇവിടെ നിന്നും സാമ്പിൾ എടുക്കുന്നു, ഇവിടെ നിന്നും സാമ്പിൾ എടുക്കുന്നു. ഈ പറയുന്ന 11:57 തന്നെ ഈ 2 സ്ഥലത്ത് നിന്ന് സാമ്പിൾ എടുക്കുകയാണ്, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ്. ഒരേ വാല്യൂ കിട്ടുമോ? കിട്ടില്ല. HbA1c ആണ് ചെയ്യുന്നതെന്ന് കരുതുക. ഒരേ വ്യക്തിക്ക് 2 രീതികളിൽ HbA1c ഒരേ വാല്യൂ കിട്ടുമോ? കിട്ടില്ല. അവിടെയും വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷെ അവിടെ ഒരു വേരിയബിലിറ്റി അനുവദനീയമാണ്. ഇറ്റ് ഈസ് അലൗഡ്. എത്രത്തോളം വേരിയബിലിറ്റി അലൗഡ് ആണ്? അപ് ടു 15% ഓഫ് വേരിയബിലിറ്റി അലൗഡ് ആണ്. ചില റെഫറൻസ് മാനുവൽസ് പറയുന്ന 20% വരെ അലൗഡ് ആണ്. അപ്പോൾ ഈ 20% പ്ലസ് ഓർ മൈനസ് വരാം. പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരൊറ്റ HbA1c ലെവൽ നോക്കി, കഴിഞ്ഞ തവണ എനിക്ക് 7.3 ആയിരുന്നു, ഇപ്പോൾ 7.4 ആയല്ലോ, കൂടിയല്ലോ എന്ന് പറയാൻ പറ്റട്ടെ. HbA1cയിലും ഇത് വരാം. പക്ഷെ ദ ഡിഗ്രി ഓഫ് വേരിയേഷൻ വിത്തിൻ പേഴ്സൺ വേരിയബിലിറ്റി എന്ന് പറയും, ഇൻട്രാ പേഴ്സൺ വേരിയബിലിറ്റി എന്നൊക്കെ പറയാറുണ്ട്. അത് HbA1cയിൽ താരതമ്യേന കുറവാണ്. എന്നാൽ ഗ്ലൂക്കോസ് ലെവലിന് അത് വളരെ കൂടുതലാണ്. ഇനി പെട്ടെന്ന് നമ്മുടെ ജീവിതശൈലിയിൽ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഏതിനായിരിക്കും കൂടുതൽ ബാധിക്കുന്നത്? ഉദാഹരണം, നിങ്ങൾക്കൊരു പനി വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ്. സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പനി, സ്ട്രെസ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നു, ഒരുപാട് എക്സസൈസ് ചെയ്യുന്നു. ഇത് ഏതിനെ ബാധിക്കാനാണ് സാധ്യത? ഗ്ലൂക്കോസിനെയാണ് ബാധിക്കുന്നത്. HbA1c ഇത് ബാധിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് തീരുമാനിക്കണം, നിങ്ങളുടെ പ്രമേഹം എങ്ങനെയാണ്, നിയന്ത്രണ വിധേയമായോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കണമെങ്കിൽ HbA1c വുഡ് ബി ബെറ്റർ. ബിക്കോസ് എക്സസൈസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബ്ലഡ് ഷുഗർ കൂടാം കുറയാം. അപ്പോൾ ചിലരെ എക്സസൈസ് ചെയ്താൽ ബ്ലഡ് ഷുഗർ കുറയും എന്നല്ല കേട്ടിട്ടുള്ളത്. റോങ്. പലർക്കും എക്സസൈസിന് ശേഷം ബ്ലഡ് ഷുഗർ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്, ദയവായി അത് കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണത്, എക്സസൈസിന് ശേഷം എങ്ങനെ ബ്ലഡ് ഷുഗർ കൂടാം എന്നുള്ളതിനെ കുറിച്ച്. എനിവേ, വിൽ കം ടു ദാറ്റ് ലേറ്റർ. പിന്നെ അതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ശീലങ്ങൾ, ഇപ്പോൾ മദ്യപാനം, പുകവലി അല്ലെങ്കിൽ പുകയില ഉപയോഗം, ഇതെല്ലാം ഈ ബ്ലഡ് ഷുഗറിനെ ബാധിക്കാം. പക്ഷെ HbA1cയെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ, HbA1c ചില സാഹചര്യങ്ങളിൽ ഗുണം ചെയ്യും, എന്നാൽ ചില സാഹചര്യങ്ങളിൽ പ്രശ്നമാണ്. ഉദാഹരണം, ചില വ്യക്തികൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള ഹീമോഗ്ലോബിൻ വേരിയൻസ് നമ്മൾ കാണാറുണ്ട്. ഇപ്പം സിക്കിൾ സെൽ വേരിയന്റ് ഒരുപാടുണ്ട്. അതിൽ ഹീമോലൈറ്റിക് അനീമിയാസ് ഉണ്ടാക്കുന്ന ഒരുപാട് ടൈപ്സ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ വളരെ കൂടുതലാണെന്ന് കരുതുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബിലിറൂബിൻ ലെവൽ വളരെ കൂടുതലാണെന്ന് കരുതുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കരൾ രോഗമുണ്ടെന്ന് കരുതുക. അങ്ങനത്തെ വ്യക്തികളിൽ HbA1c അത്രയും വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ HbA1c ആണ് എല്ലാം എന്ന് കരുതിയാൽ തെറ്റി.
HbA1c ഇന്റർപ്രറ്റ് ചെയ്യുന്നതും വളരെ സൂക്ഷിച്ച് വേണം. ചില സാഹചര്യങ്ങളിലെങ്കിലും HbA1c പൂർണ്ണമായിട്ട് തെറ്റാം. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ ഒരു ലേഡി വന്നതായിരുന്നു. അവരുടെ HbA1c വർഷങ്ങളായിട്ട് 10ന്റെ മുകളിലാണ്. ഇപ്പൊ 11, 12, 13 ആ റേഞ്ചിൽ ഇങ്ങനെ കിടന്ന് കളിക്കുക. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനുള്ളിൽ ഒരുപാട് തവണ അവരുടെ ബ്ലഡ് ഷുഗേഴ്സ് കൺട്രോൾ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഞാൻ പഴയ അവരുടെ റെക്കോർഡ്സിലൂടെ ഒന്ന് പരിധി നോക്കി. മുമ്പും അവർ HbA1c അത് തന്നെയാണ്. പിന്നെയാണ് നോക്കിയപ്പോൾ അവർക്ക് വേറെ ഈ പറയുന്ന തരത്തിലുള്ള വേറെ മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ട്. അത് കാരണമായിരിക്കും ഇപ്പൊ അനീമിയ വളരെ സർവ്വസാധാരണമാണ്. അപ്പൊ ചില ടൈപ്പ് അനീമിയ HbA1c ലെവൽ സ്പൂറിയസ്ലി ഹൈ എന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കൂടുതലായിട്ട് കാണിക്കാം. മറ്റു ചില അനീമിയാസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കുറവായിട്ട് കാണിക്കുകയും ചെയ്യും HbA1c. അപ്പൊ HbA1c വെറുതെ കണ്ണടച്ച് വിശ്വസിക്കല്ലേ. ചില സാഹചര്യങ്ങളിൽ ഗ്ലൂക്കോസ് ലെവൽ ടെസ്റ്റിംഗ് ആയിരിക്കും അഭികാമ്യം എന്നുള്ളതാണ് ഈ വീഡിയോന്റെ ഒരു ടേക്ക് ഹോം മെസ്സേജ്. സോ ഇഫ് യു ഹാവ് ലൈക്ക് ദിസ് വീഡിയോ, നിങ്ങളുടെ ലൈക്ക് ഇതിൽ വ്യക്തമാക്കുക. ആൻഡ് ഡു സബ്സ്ക്രൈബ് ആൻഡ് കീപ് വാച്ചിങ്. ബൈ ബൈ.